വെള്ളം തീർന്നു. ഗുഡ് ഈവനിങ് ആൾ. അപ്പം നമ്മൾ ഇന്ന് ബാക്കിയുള്ള ഭാഗങ്ങളാണെങ്കിൽ നല്ല തലവേദനയുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്തായാലും വിചാരിച്ചു അനൗൺസ് ചെയ്തല്ലേ നമുക്ക് ക്ലാസ് എടുക്കാന്ന്. എപ്പം മുതലാണ് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തുടങ്ങുന്നത്? എഡ്യൂക്കേഷനിലൊന്നും എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ എഡ്യൂക്കേഷൻ എപ്പം മുതലാണ് സ്റ്റഡി ലീവ്? സ്റ്റഡി ലീവ് എന്ന് മുതലാന്ന് പറഞ്ഞോ? എഡ്യൂക്കേഷനിൽ മൺഡേ മുതൽ അല്ല സാറ്റർഡേ മുതൽ രാവിലെ എടുത്ത് തുടങ്ങും. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനിയിപ്പം ലൈഫ് സ്കില്ല് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അബ്നോർമലില് ഒരു ചാപ്റ്റർ കുറെ മിസ്സിംഗ് ഉണ്ട്, അതെടുക്കാണ്ട് വേറെ ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ളത് ഉണ്ടോ? ഡെവലപ്മെന്റ് എടുത്തു മിസ്സിംഗ് ഉള്ള ഭാഗം, പിന്നെ അബ്നോർമല് ഡിപ്രഷന്റെ ആ മൊഡ്യൂൾ ഉണ്ട്, പിന്നെ ലൈഫ് സ്കില്ല് കഴിഞ്ഞു, പിന്നെ അപ്ലൈഡ് മെയിൻ മിസ്സിംഗ് അതൊക്കെ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും മിസ്സിംഗ് ആരെങ്കിലും നോക്കി പറയാവോ? എത്രയും പെട്ടെന്ന് കേട്ടോ. ആരെങ്കിലും ഒരാളെ നോക്കി പറയണേ. നമുക്ക് ലൈഫ് സ്കില്ലിൽ ഇനി ആകെ ബാക്കിയുള്ളത് തിങ്കിങ് ആൻഡ് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഞാനത് അതിനനുസരിച്ച് തരാം കേട്ടോ. അപ്പം കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷനാണ് ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, നോക്കിക്കേ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം എന്നുള്ളതിനാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ് മീനിങ് കോമൺ. കോമൺ ഉള്ള കമ്മ്യൂണിസ് എന്ന മീനിങ് ആണ് കമ്മ്യൂണിക്കേഷൻ. കോമൺ ആണല്ലോ കമ്മ്യൂണിക്കേഷൻ. Effective communication skill is a set of skills that enables a person to convey information and also receive and understand in the same manner. അങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ അത് റിസീവ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന്. ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്യുന്നത്. When the person makes use of set of skills to convey and receive information, it can be observed in the form of his or her behavior. So an effective communication skill refers to the rapture of behavior that serves to convey and receive the information. No, അങ്ങോട്ട് പോലെ അവിടെ തേനീച്ചക്കൂടുണ്ട് കണ്ടോ. When a person makes use of skill of convey and receive information, അതാണ് കമ്മ്യൂണിക്കേഷൻ. It can be observed from his or her behavior. അല്ലെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അങ്ങോട്ട് പോലെ അവിടെ തേനീച്ചക്കൂടുണ്ട്, നമ്മൾ കൺവേ ചെയ്യണം. അത് അവരുടെ ബിഹേവിയറിൽ കാണുന്നത് നേരെ ഇങ്ങോട്ടൊക്കെ തന്നെ വരും. സോ ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് റെപ്യൂട്ടേറ്റീവ് ബിഹേവിയർ ആണ്. അത് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, റിസീവ് ചെയ്യുന്നതാണ്. വരുന്നത് നീ പറഞ്ഞു തന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. Effective communication skill defined as ability to make exchange of information between two or more persons in such a way that it creates understanding. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. ഇൻഫാക്ട് കമ്മ്യൂണിക്കേഷൻ ഇസ് ഷെയറിംഗ് ഐഡിയാസ് ആൻഡ് ഫീലിംഗ് വിത്ത് അതേഴ്സ്. ഐഡിയാസും ഫീലിംഗ്സ് ഒക്കെ ഷെയർ ചെയ്യുക, അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഐഡിയാസ് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, അതാണ് കമ്മ്യൂണിക്കേഷൻ. ആ ബിഹേവിയറിൽ ആ വ്യത്യാസം കാണും. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ബേസിക് റിക്വയർമെന്റ് ഫോർ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷന്റെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ് communication. Effective communication is an efficient tool for the establishment and maintenance of good social working relations with people. It's a way of reaching others by transmitting ideas, facts, thoughts, feelings, and values. കണ്ടോ, ഒരു സോഷ്യലൈസേഷൻ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരു എഫിഷ്യന്റ് ടൂളാണ് നമുക്ക് ഗുഡ് സോഷ്യൽ ആൻഡ് വർക്കിംഗ്, ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും വർക്കിംഗ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട്, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് നല്ലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റത്തില്ല. അപ്പൊ എനിക്കിപ്പോ രാത്രി ക്ലാസ് എടുക്കാൻ ഇഷ്ടമല്ല.
അത്രയും നെറ്റ്വർക്ക് ഇഷ്യൂ ആ. ഡിഗ്രിക്കാർക്ക് പരീക്ഷ, അത് നിങ്ങൾ അതേ അപ്പൊ നിങ്ങൾ സപ്ലി ഉള്ളവരെന്താക്കോ രണ്ടും ഒരു ഡേറ്റിലാണല്ലോ, രണ്ടും ഒരേ സമയത്തും ആണോ? സപ്ലി ഉള്ളവരെന്താക്കും? മക്കളെ, ഫസ്റ്റ് സെമിനൊക്കെ സപ്ലി വന്നവരെന്താക്കും? രണ്ടും 14-ാം തീയതി ആണല്ലോ, ഫസ്റ്റ് ഇയറിനും 14-ാം തീയതി ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യും? എടാ അതിലും സപ്ലി വന്നവരുണ്ടാവില്ലടാ. ഒരു വട്ടേ സപ്ലൈ ചെയ്താൽ പറ്റുള്ളൂന്നുണ്ടോ? നിങ്ങൾ പഠിക്കുന്ന കൊച്ചുങ്ങൾ അതിനെ കൊണ്ടല്ലേ ചില വളരെ പിന്നോക്കം നിൽക്കുന്നവരുണ്ടാവില്ലേ? ഇല്ലേ? അവരെന്താക്കും? ഏത് ടൈമാണെന്നറിയോ? ഞാൻ അതാട്ടോ ചോദിക്കുന്നത്. ഒരു കഷ്ടം തോന്നുന്നു. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ലാറ്റിൻ വേർഡ്. അയ്യോ കഷ്ടപ്പാട്. ഓഫ് ചെയ്ത് നോക്കാട്ടോ. വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നത് ലാറ്റിൻ വേർഡ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള മീനിങ് വരുന്ന കോമൺ എന്നുള്ളതിൽ കോമൺ എന്ന മീനിങ് വരുന്ന കമ്മ്യൂണിസ്റ്റിൽ നിന്നാണ് വന്നത്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് 4 പോയിന്റും കൂടി ഒരു 2 പോയിന്റ് ആക്കി ചുരുക്കി എഴുതണം. അതായത് നന്നായിട്ട് സോഷ്യലൈസ് ചെയ്യാനും ഒരു വർക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കാനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം, അതുവഴി ബിഹേവിയർ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ. മക്കളെ സ്റ്റിൽ ബ്രേക്ക് ഉണ്ടോ? സ്റ്റിൽ ബ്രേക്ക് ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് കേട്ടോ. അവിടെ സെൻഡർ മെസ്സേജ് എൻകോഡ് ചെയ്യും. എൻകോഡ് ചെയ്ത മെസ്സേജ് ആർക്കയക്കും? റിസീവറിന് അയക്കും. റിസീവർ ഇത് ഡീകോഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ്. അതായത് ഞാൻ സെൻഡർ ആണ്, ഞാൻ മെസ്സേജ് എൻകോഡ് ചെയ്തിട്ട് ഇതാ ഇപ്പം ഇന്റർനെറ്റ് വഴി നിങ്ങൾക്ക് അയച്ചു തരാണ്. നിങ്ങൾ അത് റിസീവർ അത് ഡീകോഡ് ചെയ്യാൻ, ഞാൻ ഹായ് എന്ന് വാട്സപ്പിൽ അയച്ചു, ഞാനാണ് സെൻഡർ. ഈ മെസ്സേജ് ഞാൻ എൻകോഡ് ചെയ്തു, വാട്സപ്പിൽ ടൈപ്പ് ചെയ്താണ് എൻകോഡിങ്, ഞാനത് അയച്ചു. ഈ ഹായ് ആണ് മെസ്സേജ്, ഞാനത് അയച്ചു. നാഫിയാണ് റിസീവർ, നാഫിയ റിസീവർ ചെയ്ത് ഓപ്പൺ ചെയ്ത് വായിച്ചു ഹായ് എന്ന്, അത് ഡീകോഡിംഗ് ആണ്. എന്നിട്ട് തിരിച്ച് നാഫിയ എനിക്ക് ഹായ് എന്ന് അയച്ചു, അത് ഫീഡ്ബാക്ക് ആണ്. ഇങ്ങനെ 6 കമ്പോണൻസ് ആണ് നമ്മുടെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് സെൻഡർ എന്ന് പറയുന്നത്. Begin with the sender. Sender has an integrated message to communicate. സെൻഡർക്ക് എപ്പോഴും മെസ്സേജ് ഉണ്ടാവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ the character of the sender influence the communication. ആറ്റിറ്റ്യൂഡും ക്രെഡിബിലിറ്റിയും അതർ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആളാണ് സെൻഡർ. ആ സെൻഡറിന്റെ ക്യാരക്ടർ, ദേഷ്യം, അയാളുടെ ക്യാരക്ടർ കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ പേഴ്സണാലിറ്റി ഓഫ് ചിലവർ നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്, ചിലവർ നമ്മൾ അടുത്തേക്ക് വരുന്ന പോലെ നമുക്ക് ഇഷ്ടമില്ല, അതാണ് സംസാരിക്കുന്നത് ഇഷ്ടമില്ല. The personality also influences the manner in which the message is transmitted. The sender's communication skill involves listening, speaking, writing, reading, non-verbal communication, thinking and reasoning. കണ്ടോ, സെൻഡറിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എന്തൊക്കെയാ ഉണ്ടാവുക? ലിസണിങ് ഉണ്ടാവും, സ്പീക്കിംഗ് ഉണ്ടാവും, റൈറ്റിംഗ് ഉണ്ടാവും, റീഡിംഗ് ഉണ്ടാവും, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, തിങ്കിങ് ആൻഡ് റീസണിങ് ഉണ്ടാവും. The sender's attitude are defined as one's generalized tendency to feel one way or another about something. കണ്ടോ, ഒരു സെൻഡറിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ടെൻഡൻസിയാണ്, മറ്റൊരെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിന് പറ്റിയിട്ട്. അതുപോലെ സെൻഡറിന്റെ നോളജും
ഉണ്ടാവും. ഇത്രയും മതി കേട്ടോ, കാരണം മൊത്തത്തിൽ 5 മാർക്കിനാണ് എഴുതാണ്ടാവുക. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത് സെന്ററിൽ നിന്നാണ്. സെന്ററിന് ഒരു മെസ്സേജ് ഉണ്ടാവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സെന്ററിന്റെ ആറ്റിറ്റ്യൂഡ് കമ്മ്യൂണിക്കേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓൾസോ സെന്ററിന്റെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും. സെന്ററിൽ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലിസ്ണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, നോൺ വെർബൽ, തിങ്കിങ് ആൻഡ് റീസണിങ് ആണ്. സെന്ററിന്റെ ആറ്റിറ്റ്യൂഡും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്. അത്രയും മതി. ഓക്കെ ആണോ? പറഞ്ഞേ, ചുരുക്കി ചുരുക്കി എഴുതണം കേട്ടോ, കാരണം മൊത്തത്തിലാണ് വരാം. ഓക്കെ ആണോ? പറഞ്ഞേ. പറഞ്ഞേ മക്കളെ. ഇനി സെൻഡർ എൻകോഡ് ചെയ്യും മെസ്സേജ്. കോഡ് ചെയ്യാം. ദ സെൻഡർ എൻകോഡ്സ് ദ ഇൻഫർമേഷൻ ബൈ ട്രാൻസ്ലേറ്റിംഗ് ഇൻടു സീരീസ് ഓഫ് സിംബൽസ്. ഒരു അക്ഷരങ്ങളായിട്ടോ ഹായ് അല്ലെങ്കിൽ അക്കങ്ങളായിട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സ്റ്റിക്കർ അതൊക്കെ എന്താണ്, സിംബൽസ് ആണ്. എൻകോഡ് ചെയ്യും. എൻകോഡിംഗ് ഇസ് നെസസറി ബിക്കോസ് ഇൻഫർമേഷൻ കൻ ഓൺലി ട്രാൻസ്ഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ റെപ്രസെന്റേഷൻ. എൻകോഡ് ചെയ്താൽ മാത്രമേ മെസ്സേജ് പോകത്തുള്ളൂ. എൻകോഡ് ചെയ്യാം. സിംബൽസ് ആക്കിയിട്ടോ സീരീസ് ആക്കിയിട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ ചിന്തകള് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, നമ്മൾ എഴുത്തായിട്ടോ ഒരു സിംബൽ ആയിട്ടോ ഒരു സ്റ്റിക്കർ ആയിട്ടോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എൻകോഡ്. ഇനി ആ എൻകോഡ് ചെയ്ത മാറ്റർ അല്ലെങ്കിൽ ഇൻഫർമേഷനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഫോം ഇൻ ടു വിച്ച് ദ സെൻഡർ എൻകോഡ് ദ ഇൻഫർമേഷൻ മെസ്സേജ് ആണ് മെസ്സേജ്. അതായത് ആ ഫിസിക്കലായിട്ട് നമ്മളത് മാറ്റുന്നതിനെയാണ് മെസ്സേജ്. ആ ഇൻഫർമേഷൻ ഫിസിക്കൽ, ഒരു സ്റ്റിക്കർ ഒരു മെസ്സേജ് ആണ്, ഇതൊരു മെസ്സേജ് ആണ്, പിന്നെ ഇതൊരു മെസ്സേജ് ആണ്. അങ്ങനെ അതൊരു ഫിസിക്കൽ ഫോമിലേക്ക് ആക്കുന്നതിനാണ് മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജ് ആർ ദ സിഗ്നൽസ് ആൻഡ് സിംബൽസ് ദാറ്റ് വി യൂസ് ടു കൺവേ വാട്ട് വി വാണ്ട് ടു ട്രാൻസ്മിറ്റ്. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഫിസിക്കൽ ഫോം ആക്കുന്നതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജിന് 3 കമ്പോണൻസ് ഉണ്ട്: കണ്ടന്റ്, കോണ്ടെക്സ്റ്റ്, ട്രീറ്റ്മെന്റ്. കണ്ടന്റ് വിച്ച് ഇസ് സിംപ്ലി കമ്മ്യൂണിക്കേറ്റിംഗ് വാട്ട് യു ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ്. ഹായ്, അതാണ് കണ്ടന്റ്. Context which involves adapting your presentation of the content to your audience. ആ കോണ്ടെക്സ്റ്റ് ആണ്. എന്നും അയക്കുന്നതാണെങ്കിൽ അതൊരു അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റ്. പുതിയ ഒരാളാണ് ഹായ്, ഇതിനത് പുതുമയാണ്. ആ കോണ്ടെക്സ്റ്റ്. പിന്നെ ട്രീറ്റ്മെന്റ്, അതായത് ഓർഡർ ആണ് കണ്ടന്റിന്. അല്ലെ, ഹായ് ഹൗ ആർ യു, ഹായ് എന്ന് അയക്കൂലല്ലോ, അതാണ് ട്രീറ്റ്മെന്റ്. ഹായ് ഹൗ ആർ, ആ അറേഞ്ച്മെന്റ് ഓർ ഓർഡറിങ്ങിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, കണ്ടന്റിൽ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടന്റ് ആണ് അതിലുണ്ടാവുക. ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞാലും എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു ഓഡിയൻസിന് എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ്. മൊബൈലില് മെസ്സേജ്, സ്റ്റിക്കർ, അങ്ങനെയുള്ള രീതിയിൽ എപ്പോ എന്നുള്ളത്. ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ ആ അറേഞ്ച് ചെയ്ത ഓർഡറാണ്. ഹായ് ഹൗ ആർ യു, ഹൗ ആർ ഹായ് എന്ന് നമ്മൾ അടിക്കില്ല, അതിനാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. മെസ്സേജിന്റെ കണ്ടന്റ്, കോണ്ടെക്സ്റ്റ്, ട്രീറ്റ്മെന്റ് എന്നീ 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അടുത്താണ് ചാനൽ. ചാനൽ ഇസ് ദ മീഡിയം ത്രൂ വിച്ച് മെസ്സേജ് ഇസ് ട്രാൻസ്മിറ്റഡ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എയർ ആണ് ചാനൽ, നേരിട്ട് സംസാരിക്കും. ഇപ്പം സംസാരിക്കുമ്പോൾ ഇന്റർനെറ്റ് ആണ് ചാനൽ. There are verbal channel, non-verbal channel and technical channel. There are 2 types of channel for communication. ഒന്ന് സെൻസറി ചാനലും രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചാനലും ആണ് കേട്ടോ. സെൻസറി ചാനൽ ബേസ്ഡ് ഓൺ 5 സെൻസസ് ഓഫ് സൈറ്റ് ആണ് സെൻസറി ചാനൽ. അതായത് സൈറ്റ്, ടച്ച്, സൗണ്ട്, സ്മെല്ല്, സൈറ്റ് ആൻഡ് ടേസ്റ്റ്. The sender is more likely to gain receiver's attention if the sender uses 2 or more sensory channels to send information. സെൻസറി ചാനൽ വെച്ചിട്ടാണ് പുളി കാണിച്ചു കൊടുക്കാണ്, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാണ്, അല്ലെങ്കിൽ ടച്ച് ചെയ്യാണ്, അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആട്ടോ. നമ്മൾ തോണ്ടി വിളിക്കുകയാണ്, അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. കൈകൊണ്ട് തംസപ്പ് കാണിക്കുകയാണ്, അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ 5 സെൻസറി ചാനൽ ഉണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സൈറ്റ്, സൗണ്ട്, ടച്ച്, സ്മെല്ല്. ഇവിടെ എന്താണ്, അപ്പൊ തന്നെ റിസീവറിന്റെ അറ്റൻഷൻ കിട്ടും. കാരണം മെസ്സേജ് തുറക്കല്ലോ, നേരിട്ടിട്ടാണല്ലോ. ഓക്കെ. ഇനി രണ്ടാമത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനലാണ്. മൊബൈൽ ആയിക്കോട്ടെ, വേറൊക്കെ എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. The methods of transferring information, that is face to face communication, printed materials, ഇലക്ട്രോണിക് മീഡിയ ഒക്കെയാണ്
നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽസ്. ഈച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ മീഡിയം റിക്വയർസ് വൺ ഓർ മോർ ഓഫ് ദി സെൻസറി ചാനൽ ടു ക്യാരി ദ മെസ്സേജ് ഫ്രം സെൻഡർ ടു റിസീവർ. അല്ലെ, നമ്മളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ വിഷൻ എന്നുള്ള സെൻസറിയും വേണം, ടൈപ്പ് ചെയ്യാൻ ടച്ച് എന്നതും വേണം കേട്ടോ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ആവാം, പ്രിന്റഡ് മെറ്റീരിയൽ ആവാം, ഇലക്ട്രോണിക്, നിങ്ങളൊരു പുസ്തകം വായിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് പേപ്പർ വായിക്കുകയാണ്, ന്യൂസ് പേപ്പർ, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനലാണ്. ഇലക്ട്രോണിക് മീഡിയ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനലാണ്. ഇവിടെ ഒന്നോ രണ്ടോ സെൻസറി ചാനൽ വേണം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ വായിക്കാൻ. അപ്പൊ രണ്ട് ടൈപ്പ് ചാനൽസ് ആണ് കമ്മ്യൂണിക്കേഷനിൽ ഉള്ളത്. ഒന്ന് സെൻസറി ചാനൽ, നമ്മൾ 5 സെൻസസ് ആണ്. രണ്ടാമത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽസ്, അതിൽ ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. ഏത് മെത്തേഡിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഫേസ് ടു ഫേസ് വരുന്നുണ്ട്, പ്രിന്റഡ്, ഇലക്ട്രോണിക് മീഡിയ എക്സെട്ര. ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ എന്ന്? ഇനി അടുത്ത കിട്ടിയ മെസ്സേജ് തുറന്ന് റിസീവർ വായിക്കുന്നതിനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. റിസീവർ ഇസ് ദ പേഴ്സൺ ഹു റിസീവ് ദ മെസ്സേജ് ആൻഡ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ഡീകോഡ് ഇറ്റ്. ഇറ്റ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് സിംബൽസ് ആർ ഇന്റർപ്രറ്റഡ് ബൈ ദ റിസീവർ. ഈ ഹായ് എന്ന മെസ്സേജ് അബില തുറന്നു, അത് വായിക്കാണ്. അബില റിസീവർ ആണ്. ഈ മെസ്സേജ് എന്താണ്, അബില വായിക്കുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയും. എന്നിട്ട് അബില തിരിച്ചയക്കുന്നതാണ് എന്ത്, ഫീഡ്ബാക്ക്. ഹായ്, ഹൗ ആർ യു എന്നതാണ് ഫീഡ്ബാക്ക്. Feedback is the response to the receiver to the message. A feedback is desirable because the sender can discover that the receiver has correctly interpreted the message. Correctly interpret ചെയ്യുന്നതാണ് ഡീകോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഡീകോഡ് ചെയ്തിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇവിടെ there are 5 main types of feedback ഉണ്ട്. വിശദീകരിക്കേണ്ട. ഇവാലുവേറ്റീവ്, ഇന്റർപ്രറ്റീവ്, സപ്പോർട്ടീവ്, പ്രോബിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്. പേരുകൾ മാത്രം എഴുതിച്ചാൽ മതി. അതായത് റിസീവർ മെസ്സേജ് ഡീകോഡ് ചെയ്ത് അതിന് ഉത്തരം നൽകുന്നത്, കറക്റ്റ് ഇന്റർപ്രറ്റ് ചെയ്ത് ഉത്തരം നൽകുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. 5 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്. ഇവാലുവേറ്റീവ്, ഇന്റർപ്രറ്റീവ്, സപ്പോർട്ടീവ്, പ്രോബിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ? അപ്പൊ നോക്കിക്കേ, കമ്പോണൻസ് ഓഫ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന്, കമ്മ്യൂണിക്കേഷനിൽ 6 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് സെൻഡർ അയക്കുന്ന ആള്, അയാള് മെസ്സേജ് എൻകോഡ് ചെയ്യുന്നു. ആ എൻകോഡ് ചെയ്ത് മെസ്സേജ് ഫിസിക്കൽ ഫോം ഓഫ് ഇൻഫർമേഷൻ അയക്കുന്നു ഒരു ചാനൽ വഴി, സെൻസറി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽ വഴി. റിസീവർ അത് ഡീകോഡ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് നൽകുന്നു. ഓക്കെ, ഇനിയാണ് ഫങ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. മെയിൻ ആയിട്ട് 4 ഫങ്ഷൻ ആണ് കമ്മ്യൂണിക്കേഷന് ഉള്ളത്. ഫസ്റ്റ് വൺ കൺട്രോൾ ആണ്. അതായത് helps to control members' behavior in one or more than one way. Organization have authority, hierarchy, formal guidelines that employees are required to follow when communication is preferring a control. ഒരു കൺട്രോൾ ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് നാളത്തേക്ക് പഠിച്ചു വരണേ, കൺട്രോളിംഗ് ആണ്. നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് പറയാം ആബ്സെന്റ് ആയവരെ ഞാൻ ക്ലാസ്സിൽ കയറ്റില്ല. കൺട്രോളിംഗ് ഉണ്ട്. അതായത് നമുക്ക് ഹയറാർക്കൽ ലെവലിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് കൊടുക്കാനോ ഹയറാർക്കൽ അതോറിറ്റി കൺട്രോൾ ചെയ്യാൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളെ ഒന്നും വേണ്ട, നിങ്ങൾ ആ വീഡിയോസ് നന്നായിട്ട് കണ്ടാൽ മതി. ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. ആ വീഡിയോസ് കണ്ട് ഒരു വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറയണം. മോട്ടിവേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ഫോസ്റ്റർ മോട്ടിവേഷൻ ബൈ ക്ലാരിഫൈങ് വാട്ട് ഇസ് ടു ബി ഡൺ, ഹൗ വെൽ ദേ ആർ ഡൂയിങ്, വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് പെർഫോമൻസ്. മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്തു, എങ്ങനെ ഇംപ്രൂവ് ആവും, മോട്ടിവേറ്റ് ചെയ്യാൻ. ഇമോഷണൽ എക്സ്പ്രഷൻ. നീ എന്നോട് ചെയ്തത് വളരെ മോശമായി, എനിക്ക് തീരെ ഇഷ്ടമായിട്ട് നീ എന്നോട് മിണ്ടാതിരിക്കരുത്, എനിക്ക് നീ ഇന്നലെ എന്നോട് ചെയ്തത് ഭയങ്കര സങ്കടമാണ്. ഇമോഷണൽ എക്സ്പ്രഷൻ ആണ്. പ്രൈമറി സോഴ്സ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് a release for the emotional expression of feeling and fulfillment of social needs. സോഷ്യൽ നീഡ് ഫുൾഫിൽ ചെയ്യാനോ ഇമോഷണൽ പറഞ്ഞാൽ അങ്ങോട്ട് തീരും. കമ്മ്യൂണിക്കേറ്റ് നമ്മൾ ഉള്ളിൽ വെക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറെ റിലീസ് വരും. ഇമോഷണൽ എക്സ്പ്രഷൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഫർമേഷൻ അങ്ങോട്ട് പോകണം. ഞാനിപ്പോ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ എന്ന വിഷയത്തിൽ ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ ക്ലിനിക്ക് വന്നിട്ട് പിന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അത്തോളി ബസ് കയറി പുറക്കാട്ടിരി ഇറങ്ങിയാൽ എന്റെ ക്ലിനിക്കാണ്. ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ. Provide information to individuals and members for taking a decision by identifying and evaluating alternative choices. Information നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഇൻഫർമേഷനും പാസ് ചെയ്യും. ഇങ്ങനെ 4 ഫംഗ്ഷനാണ്: കൺട്രോള്, മോട്ടിവേഷൻ, ഇമോഷണൽ എക്സ്പ്രഷൻ ആൻഡ് ഇൻഫർമേഷൻ. ഈ 4 എണ്ണത്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ?
ഓക്കെ ആണോ? മക്കളെ അതിൽ ലിസണിങ് സ്കിൽസ് ഓൾറെഡി ഉണ്ടായിരുന്നോ? ലിസണിങ് സ്കിൽസ് ഉണ്ടായിരുന്നോ? ഒന്ന് പറഞ്ഞേ. അഭില, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരെയല്ലേ എടുക്കാനുള്ളൂ. അപ്പൊ ഇനി പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. മെയിൻ ആയിട്ടും 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത്. വേർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വേർബലും. നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയോ സംസാരിച്ചോ ഉള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വേർബൽ. അല്ല മുഖഭാവം കൊണ്ടോ കൈകൊണ്ടുള്ള ആക്ഷൻ കൊണ്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. Based on channels, purpose, style, and other factors, there are various types of communication. Types of communication based on communication channels used. രണ്ട് ചാനലിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ വേർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വേർബൽ ആണ്. വേർബൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് മെസ്സേജ് ട്രാൻസ്മിറ്റ് വെർബലി. വേർബൽ ഉണ്ടാവും, അതായത് എഴുതിയോ സംസാരിച്ചോ. When we talk to others, we assume that others understand what we are saying because we know what we are saying. അല്ലെ, സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ സംസാരിക്കുന്നത്, മറ്റുള്ളവർ എന്താ മനസ്സിലാക്കുന്നത്. But when people use their own attitude, perception, emotion, and thoughts about the matter which is communicated, it creates barriers in delivering the right information. എടുക്കുന്ന ആൾ അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു, ഇമോഷൻ, അതൊക്കെ ബാരിയറാണ്. ഞാൻ ഇപ്പൊ ആടപ്പോ ഇപ്പോ അങ്ങോട്ട് ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ശ്രീദേവി നല്ല കൂടുതലാണ് ശ്രീദേവി മിസ്സിനോട് പോ എന്ന് തമാശക്ക് വേണം. ശ്രീദേവി മൂർസിംഗിലാണെങ്കിൽ ശ്രീദേവി ചിലപ്പോൾ മിസ്സിനോട് ദേഷ്യത്തിൽ പറഞ്ഞാണ്. അപ്പൊ കേൾക്കുന്ന ആൾക്ക് ഇമോഷനും പെർസെപ്ഷനും ആറ്റിറ്റ്യൂഡൊക്കെ അനുസരിച്ച് മാറാം. സോ in order to deliver right message, you must think from the receiver's point of view. കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും എന്ന രീതിയിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഓറൽ ആൻഡ് റിട്ടൺ. അതായത് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ. അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നത്, ബിക്കോസ് നമുക്കറിയാം നമുക്ക് എന്താ പറയുന്നത്. പക്ഷേ കേൾക്കുന്ന ആൾ അത് എങ്ങനെ എടുക്കുന്നതാണ് അയാളുടെ ഇമോഷൻ, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡൊക്കെ അനുസരിച്ച് മാറാം. സോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് മറ്റാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന നോക്കിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ. സംസാരിക്കുകയാണെങ്കിൽ അത് ഓറൽ, ഫോണിലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, കത്ത് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ റിട്ടൺ. ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്പോക്കൺ വേർഡ്സ് ആർ യൂസ്ഡ്. കേട്ടോ, പറയുന്ന വേർഡ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫേസ് ടു ഫേസ് കൺവേഴ്സേഷൻ ഉണ്ട്, സ്പീച്ച് ഉണ്ട്, ടെലിഫോണിക് കോൺവെർസേഷൻ ഉണ്ട്, വീഡിയോ, റേഡിയോ, ടെലിവിഷൻ ഒക്കെ ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ വോയിസ് ഓവർ, ഇന്റർനെറ്റ്. ഇൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻസ് ഇൻഫ്ലുവൻസ് ബൈ പിച്ച്, വോളിയം, സ്പീഡ്, ക്ലാരിറ്റി ഓഫ് സ്പീക്കിംഗ്. ഞാൻ ഒന്ന് സ്പീഡ് കൂടിയാ നിങ്ങൾ പറയാറുണ്ടല്ലേ മിസ്സേ, സ്പീഡ് കൂടി. ഓറൽ കമ്മ്യൂണിക്കേഷനിൽ പിച്ച്, സൗണ്ട്, സ്പീഡ്, ക്ലാരിറ്റി എല്ലാം നിർബന്ധം. സ്പോക്കൺ വേർഡ്സ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ ആണോ ഓറൽ കമ്മ്യൂണിക്കേഷൻ? പറഞ്ഞേ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ എന്ന്? എല്ലാരും എന്താ മിണ്ടാത്ത? ആ, എടുത്തിട്ടില്ല അല്ലെ? ഞാൻ നോക്കിയിട്ട് പറയാം. ഇനി അടുത്തതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷനില് in written communication, written signs or symbols are used. എഴുതാണ് to communicate. Hi, how are you? എഴുതാണ്. In written communication, written signs or symbols are used to communicate. A written message may be printed or handwritten ആണോ അല്ലെ? ഞാൻ ഇപ്പൊ പ്രിന്റഡ് ആയിരുന്നു, നിങ്ങൾ ഫസ്റ്റ് ടൈമിലേക്ക് ഹാൻഡ് റിട്ടൺ വന്നിരുന്നു. In written communication, message can be transmitted via email, letter, report, memo, etc. Message is written communication is influenced by the vocabulary and grammar used, writing style, precision, and clarity of the language used. Okay. When written communication is most common form of communication being used in business, so it is considered core among business skills. Written communication ബിസിനസ്സിലാണ്. റൈറ്റിംഗ് സ്റ്റൈലും ക്ലാരിറ്റിയും ലാംഗ്വേജ് ഒക്കെ അതിൽ പ്രധാനമാണ്, ബിസിനസ്സിലാണ്. അതുകൊണ്ട് ബിസിനസ് സ്കില്ലായിട്ടാണ് കൂടുതലും പറയുന്നത്. അതായത് നമ്മൾ സിംബൽസും സയൻസും ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. പ്രിന്റഡ് ആവാം, ഹാൻഡ് റിട്ടൺ ആവാം. അവിടെ ഇമെയിൽ വഴിയോ ലെറ്റർ വഴിയോ മെമ്മോ ആയിട്ടോ റിപ്പോർട്ട് ആയിട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വൊക്കാബുലറി, ഗ്രാമർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, റൈറ്റിംഗ് സ്റ്റൈല്, പ്രിസിഷന്, ക്ലാരിറ്റി ഓഫ് ദി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അത് ബിസിനസ്സിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ബിസിനസ് സ്കില്ലായിട്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ.
ഓക്കെ ആണോ? റിട്ടൺ. അപ്പൊ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ രണ്ടെണ്ണം, ഓറൽ ആൻഡ് റിട്ടൺ. ഇനി നോൺ വെർബൽ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ സെൻഡിങ് ഓർ റിസീവിംഗ് ഓഫ് വേർഡ്ലെസ് മെസ്സേജ്. നമ്മൾ കൈയോട് തംസ് അപ്പ് കാണിക്കുന്നില്ല, പുരികം പൊന്തിക്കുന്നില്ല, എന്താന്ന് ചോദിക്കുന്നു, അങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ വീഡിയോ ഓൺ ആക്കണം, അല്ലെങ്കിൽ കുറെ എണ്ണം കാണിച്ചു തരുന്നത്. We can say that communication other than oral written such as gesture, കൈകെട്ടി നിൽക്കുക, ബോഡി ലാംഗ്വേജ്, പോസ്റ്റർ, ടോൺ, ഡോ എന്ന് വിളിക്കുകയാണ്, ടോൺ ഓഫ് ദി വോയിസ് ഓർ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇറ്റ് ഇസ് കോൾഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾ അബൌട്ട് ദ ബോഡി. അല്ലെ, ചില ആൾക്കാർക്ക് നമുക്ക് പെണ്ണ് കാണാൻ പോയാൽ വരെ മനസ്സിലാവും പെണ്ണിന് ഈ ചെക്കനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ബോഡി ലാംഗ്വേജ് നോക്കിയാൽ മതി, മനസ്സിലാവും. ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Non-verbal communication is all about body language of speaker. Non-verbal communication help receiver in interpreting the message received. Interpret ചെയ്യാൻ പറ്റും അല്ലേ? Often non-verbal signals reflect the situation more accurately than verbal messages. വെർബലിനെക്കാട് നമുക്ക് സിറ്റുവേഷനിൽ നോൺ വെർബൽ. നമ്മൾ ചിലപ്പോൾ ഒരാളെ കണ്ടാൽ നമ്മൾ ഞെട്ടിയാല് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മുഖം അത് വിളിച്ചു പറയും. അതാണ് വെർബലിനെക്കാട് സിറ്റുവേഷൻ മോർ ആക്യുറേറ്റ് നോൺ വെർബൽ. ചില അപ്രതീക്ഷിതമായിട്ട് ചില ആളുകൾ കണ്ടാൽ നമ്മൾ ഞെട്ടൂലേ, നമ്മൾ പറയില്ല ഞാൻ നെറ്റിന്റെ, പക്ഷെ നമ്മുടെ മുഖം അത് പറയും. അതാണ്. Sometimes non-verbal response contradict verbal communication and hence affect the effectiveness. നമ്മള് ഇല്ല എനിക്ക് ദേഷ്യമൊന്നും ഇല്ല, അല്ല ഇല്ല എനിക്ക് സങ്കടമൊന്നും ഇല്ല, പക്ഷെ നമ്മളെ കണ്ണത് വെള്ളം വരുന്നുണ്ടാവും. അതാണ് കോൺട്രഡിക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നോൺ വെർബൽ വരാറുണ്ട്. നമ്മൾ കള്ളം പറഞ്ഞാലും നമ്മുടെ ശരീരം സത്യം വിളിച്ചു പറയും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഫോളോയിങ് 3 എലമെന്റ്സ് ആണുള്ളത്. അപ്പിയറൻസ് ഓഫ് ദി സ്പീക്കർ ആൻഡ് സറൗണ്ടിങ്, ബോഡി ലാംഗ്വേജും സൗണ്ട്. Okay, based on the purpose and style, there are 2 main categories of communication. അതായത് നമ്മൾ പറഞ്ഞ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അതായത് വേർഡ്ലെസ് മെസ്സേജ് ആണ്. അതായത് ഓറൽ ആയിട്ടും റിട്ടൺ അല്ലാതെ ഗെസ്റ്റർ ആയിട്ടും ബോഡി പോസ്റ്റർ ആയിട്ടും ബോഡി ലാംഗ്വേജ് ആയിട്ടും പോസ്റ്റർ ആയിട്ടും. അവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബോഡിയാണ് സ്പീക്ക് ചെയ്യുക. അതായത് കറക്റ്റ് റിസീവറിൽ മനസ്സിലാവും എന്താണെന്ന്. അവിടെ വേർബലിനെക്കാളും കുറച്ചുകൂടി അക്യുറേറ്റ്ലി പറയാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ കോൺട്രഡിക്ടർ, വെർബലിന്റെയും നോൺ വെർബൽ കോൺട്രഡിക്ടർ ആയിട്ട് വരാണ്ട് അത് എഫക്റ്റീവ്നെസ് ഓഫ് മെസ്സേജ് പോകും. 3 എലമെന്റ്സ് ആണ് നോൺ വെർബൽ ഉള്ളത്. അപ്പിയറൻസ് ഓഫ് ദി സ്പീക്കർ ആൻഡ് സറൗണ്ടിങ്, ബോഡി ലാംഗ്വേജ്, സൗണ്ട്. ഓക്കെ ആണോ നോൺ വെർബൽ? ഓക്കെ ആണോ? ഇനി പേർപ്പസും സ്റ്റൈലും അനുസരിച്ച് 2 മെയിൻ കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. 2 മെയിൻ കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്, ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ. ഇത് കമ്മ്യൂണിക്കേഷൻ ഒരൊറ്റ 5 മാർക്കിനാണ്. എങ്ങനെയെങ്കിലും ചുരുക്കി എല്ലാ പോയിന്റ്സും എഴുതാൻ ശ്രമിക്കാം. 10 മാർക്കിന് വരികയാണെങ്കിൽ മാത്രം ഇത്രയും നീട്ടി വലിച്ചു, എന്നാൽ പോലെ ഇത്ര മതി കേട്ടോ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന സർട്ടൻ റൂൾ ഉണ്ടാവും, കൺവെൻഷൻസ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ആർ ഫോളോഡ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് മെസ്സേജ്. ലീവ് ലെറ്റർ ചെയ്താൽ എന്താ പറയാ, പിന്നെ ലീവ് ലെറ്റർ ചെയ്താ, അതുപോലെ തന്നെ എന്താ പറയാ, കത്ത് എഴുതാ, ഒഫീഷ്യൽ ലെറ്റർ ചെയ്താ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒക്കർ ഇൻ ഫോർമൽ ആൻഡ് ഒഫീഷ്യൽ സ്റ്റൈൽ. ഓക്കെ, ഇത്രയും മതി. ഇൻഫോർമൽ ആണെങ്കിലോ ഇറ്റ് ഇസ് ഡൺ യൂസിംഗ് ചാനൽസ് ദാറ്റ് ആർ ഇൻ കോൺട്രാക്ട്സ് വിത്ത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. ഫോർമൽ പോലെയല്ലാത്ത കോൺട്രാക്ട്സ് ചെയ്യണത് സാധാ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ. It is a communication for societal affiliation of members in an organization and face-to-face discussion. Societal members തമ്മിൽ ഇടപെടാനോ ഫേസ് ടു ഫേസ് ഡിസ്കഷൻ ഒക്കെയാണ്. It happens in friends and family. Friends and family സംസാരിക്കുന്നതാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറഞ്ഞാൽ പക്ക റൂൾസും റെഗുലേഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനോട് ഫാമിലിനോടൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആറ് കീ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 6 കീ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. There are 6 communication skills which should be developed to strengthen and improve communication. First one is listening. ചാടിക്കയറി ബളബള നിർത്താനം പറഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷൻ. അവരെ പറയുന്നത് കേട്ടിട്ട് ലിസൺ ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ലിസണിങ് സ്കില്ല് വേണം.
ഡെമോൺസ്ട്രേറ്റിംഗ് കൺസേൺ ഫോർ ഓൾ ആസ്പെക്ട് ഓഫ് ദി സ്പീക്കേഴ്സ് മെസ്സേജ്. നമ്മൾ കൺസേൺ കൊടുക്കണം, എല്ലാം അവർ പറഞ്ഞൊക്കെ ശ്രദ്ധിക്കണം, റീഫ്രേസ് ചെയ്യണം. അവർ പറഞ്ഞു വരുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സൈക്കോളജിസ്റ്റുകൾക്കും വേണം റീഫ്രേസിങ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ല, ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ട്, അതല്ലേ റീഫ്രേസിങ്. അവർ പറഞ്ഞ മൊത്തം കഥ ചുരുക്കി കണ്ടന്റ് മാത്രം അവരോട് തിരിച്ച് പറയുന്നതിനെയാണ് റീഫ്രേസിങ്. ലീഡിങ് ടു ദ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ബേസിക് മെസ്സേജ് ഇൻ ഫ്യൂവർ വേർഡ്സ് ദാൻ സ്പോക്കൺ ബൈ സ്പോക്കൺ. സ്പോക്കൺ ഒരു കഥ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് ഫ്യൂവർ വേർഡ്സിൽ അവർക്ക് തിരിച്ച് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതല്ലേ നമ്മൾ തിരിച്ച് ചോദിക്കുന്നതിനെയാണ് റീഫ്രേസിംഗ് എന്ന് പറയുന്നത്. പ്രോബിംഗ്. Use questions or statements to direct the speaker's attention inward to examine his or her situation, feeling, thoughts or problem in more depth. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നീ ഉദ്ദേശിക്കുന്നത് നിനക്ക് അവനെ വേണ്ടാന്നാണോ, അത്രയ്ക്കൊക്കെ ആയോ? നമ്മൾ ചില ക്വസ്റ്റ്യൻസ് അവരുടെ ഫീലിങ്സ് ഡെപ്തിൽ മനസ്സിലാക്കാൻ അങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എറിഞ്ഞു കൊടുക്കുന്നതിനാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് സ്കിൽസിംഗ് ഡെമോൺസ്ട്രേറ്റിംഗ് ത്രൂ വേർഡ്സ് പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ദി റിലേഷൻ, പോസിറ്റീവായിട്ട് സംസാരിക്കുക. റിഫ്ലക്ഷൻ ഓഫ് ഫീലിങ്സ് റിഫ്ലക്ട് ചെയ്യുക. അവൾ പറ, എനിക്ക് മനസ്സിലാവും നിനക്ക് നല്ല സങ്കടം ഉണ്ട് അല്ലേ, എനിക്കറിയാം നിന്റെ വാക്കുകളിലൂടെ, എന്നിട്ട് അവരുടെ ഫീലിങ്സ് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കൊടുക്കുക. മിററിംഗ് ബാക്ക് ദ സ്പോക്കൺ ഓർ അൺസ്പോക്കൺ ഫീലിംഗ് ഓഫ് ദി പേഴ്സൺ സ്പീക്കിംഗ്. സ്പീക്കറിന്റെ ഫീലിങ്സ് റിഫ്ലക്ട് ചെയ്ത് കൊടുക്കുക. അതൊക്കെ സൈക്കോളജിസ്റ്റ് വേണ്ട കേട്ടോ. ഇയാളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, എനിക്കറിയാം ഇത്രയും വർഷമായിട്ട് സ്നേഹിച്ച ആളാണ്, ഇട്ടിട്ട് പോകുമ്പോഴുള്ള സങ്കടം, എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഭാഗവും അങ്ങനെയാണല്ലോ. അങ്ങനെ അവരുടെ ഫീലിങ്സ് അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നതിനാണ് റിഫ്ലക്ഷൻ ഓഫ് ഫീലിങ്സ്. ലാസ്റ്റ് സെൽഫ് ഡിസ്ക്ലോഷർ, ഷെയറിംഗ് എ പാർട്ട് ഓഫ് യുവർ സെൽഫ് ദാറ്റ് ഹാസ് ദ മീനിങ് ഫോർ ദ റിലേഷൻ. നമ്മുടെ ഭാഗം പറയാം, സെൽഫ് ഡിസ്ക്ലോസ് ചെയ്ത് നോക്കുക. നല്ല കമ്മ്യൂണിക്കേഷൻ എനിക്കും ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു അനുഭവം, സാരല്ല, ഇതൊക്കെ കോമൺ ആണ്. സെൽഫ് ഡിസ്ക്ലോഷർ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ലിസണിങ്, റീഫ്രേസിംഗ്, പ്രോബിംഗ്, പോസിറ്റീവ് സ്പീക്കിംഗ്, റിഫ്ലക്ഷൻ ഓഫ് ഫീലിംഗ്, സെൽഫ് ഡിസ്ക്ലോഷർ. ഇത് 6 ഒരു സൈക്കോളജിസ്റ്റിന് വേണ്ട സ്കിൽസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അപ്പൊ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാ വരുന്നത്? കമ്മ്യൂണിക്കേഷന്റെ ഇൻട്രഡക്ഷൻ 2 പോയിന്റ്സ് ആക്കി പഠിക്കുക. കമ്പോണൻസ് 6 നന്നായിട്ട് നോക്കുക. പിന്നെ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ ഈ ഒരു ഫങ്ഷൻസ്. 5 മാർക്കിന് വന്ന ഫങ്ഷൻസ് എഴുതണ്ട, ടൈപ്സ് എഴുതണം, വെർബലും നോൺ വെർബലും, പിന്നെ ഫോർമലും, പിന്നെ ബേസ്ഡ് ഓൺ പേർപ്പസ്, ബേസ്ഡ് ഓൺ ചാനലാണ് ഏത് നമ്മുടെ വെർബലും നോൺ വെർബലും, ബേസ്ഡ് ഓൺ പേർപ്പസ് ആണ് ഫോർമലും ഇൻഫോർമലും, പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ലിസ്ണിങ്ങും തിങ്കിങ്ങും ഞാൻ നെക്സ്റ്റ് നാളെ ഇല്ല, മറ്റന്നാളെ ലിസ്ണിങ്ങും തിങ്കിങ്ങും എടുത്താൽ ലൈഫ് സ്കിൽ ഓൾമോസ്റ്റ് ഓക്കെ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇന്ന് ഇത്രയും മതി, എനിക്ക് തലവേദനിച്ചിട്ട് വരും, നല്ല തലവേദന. ഓക്കെ ആണല്ലോ? അപ്പൊ 5th class was productive and informative. ഇനി മറ്റന്നാൾ നമ്മൾ കാണാം കേട്ടോ.